Hello everyone, welcome back to my channel. +1 English exam. ഇംഗ്ലീഷ് തീരെ ഒന്നും അറിയില്ല, ഞാൻ പാസ്സാവില്ല എന്നൊക്കെ വിചാരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷുവറായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ അത്യാവശ്യം കുറച്ചൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ A+ ലെവൽ വരെ സ്കോർ ചെയ്യാനായിട്ട് പറ്റുമെന്നും ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മാത്രമേ സാധിക്കുള്ളൂ. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ഓരോ പോയിന്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇപ്പോഴത്തെ പുതിയൊരു സർക്കുലർ പ്രകാരം നിങ്ങൾക്ക് +1 എക്സാമിന് ഫോക്കസ് ഏരിയ 8 ചാപ്റ്റേഴ്സിലെ ഫോക്കസ് ഏരിയയിൽ നിന്ന് മാക്സിമം 120 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതിൽ സീലിംഗ് ആയിട്ട് നിങ്ങൾക്ക് 80 മാർക്ക് വരെ മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗം തന്നെയാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും പഠിക്കേണ്ടത്. അതിനുശേഷം പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ പഠിക്കുക. ഈ ഒരു ഫോക്കസ് ഏരിയക്കാട് മാക്സിമം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിർബന്ധമായിട്ടും വരുന്ന ഒരു ചോദ്യം ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രിഷിയേഷൻ ആണ്. ഒരു അൺനോൺ പോയമാണ് കൂടുതലും വരാറ്. ഒരു അൺനോൺ പോയം തന്നിട്ട് ഈ പോയത്തിൻ്റെ ക്രിട്ടിക്കൽ അപ്രിഷിയേഷൻ തയ്യാറാക്കാൻ നിങ്ങളോട് പറയും. 8 മാർക്കിന് ലാസ്റ്റിലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലാസ്റ്റിലായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏകദേശം മിഡിലൊക്കെ ഭാഗത്തായിട്ട് 6 മാർക്കിനും ഈ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. എങ്ങനെയാണ് ഒരു ക്രിട്ടിക്കൽ അപ്രിഷിയേഷൻ തയ്യാറാക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. ക്രിട്ടിക്കൽ അപ്രിഷിയേഷന് ഇതുപോലെ ഒരു പോയം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു പോയം ആദ്യം നിങ്ങൾ വായിച്ച് നോക്കണം. തന്ന പോയം നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. അതിൻ്റെ ഓഥർ ആരാണ്, എന്താണ് അതിൻ്റെ പേര് എന്നും മനസ്സിലാക്കി വെക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് എഴുതുമ്പോൾ ഡാഷ് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ ദ ഫേമസ് ഇംഗ്ലീഷ് പോയറ്റ് ഡാഷ്, ഇങ്ങനെയാണ് ഫസ്റ്റ് പാരഗ്രാഫ് തുടങ്ങേണ്ടത്. അപ്പോൾ ഈ ഫസ്റ്റ് ഡാഷിൽ പോയത്തിൻ്റെ പേരും പിന്നെ ഫേമസ് ഇംഗ്ലീഷ് പോയറ്റ് ഡാഷ് എന്നുള്ളിടത്ത് പോയം ആരാണ് എഴുതിയിരിക്കുന്നത് ആ വ്യക്തിയുടെ പേരും എഴുതണം. ദെൻ അടുത്തതായിട്ട് ഇറ്റ് ഈസ് എ സിമ്പിൾ പോയം ഓൺ ദ തീം ഡാഷ്. ഈ പോയം വായിച്ചാൽ തന്നെ ഒരു പോയം വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആ പോയത്തിൽ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്, എന്താണ് അതിൻ്റെ തീം. ആ തീം എന്താണെന്ന് ഈ തീം ഡാഷ് എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതാം. ഇറ്റ് ഹാസ് ആൻ അപ്പീലിംഗ് ക്വാണ്ടിറ്റി ടു അട്രാക്ട് ദ റീഡേഴ്സ്. ഈ ഒരു സെൻറ്റൻസ് എഴുതാം. റീഡേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പീലിംഗ് ക്വാളിറ്റിയാണ് കേട്ടോ, ക്വാണ്ടിറ്റി അല്ല, അപ്പീലിംഗ് ക്വാളിറ്റി. ഈ സെൻറ്റൻസ് എഴുതാം. ദെൻ ഈ പോയത്തിനെ പറ്റിയിട്ട് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സഡനായിട്ട് എന്തെങ്കിലും എഴുതാൻ തോന്നുന്നുണ്ടെങ്കിൽ അതും ഈ ഒരു സെൻറ്റൻസിൽ ജസ്റ്റ് ഒന്ന് എഴുതാം. ഈ ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ഇത്രയൊക്കെ തന്നെ ആയാലും മതി. ഇനി അടുത്ത പാരഗ്രാഫായിട്ട് ഇങ്ങനെ എഴുതാം. ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയം ഈസ് ഡാഷ്. ഈ ഒരു പോയത്തിന് സെൻട്രൽ ഐഡിയ എന്തിനു ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. അത് അവിടെ എഴുതി വെക്കാം. എന്നിട്ട് ഈ പോയം എത്ര സ്റ്റാൻസാസ് ഉണ്ട് നോക്കാം. അങ്ങനെ ദ പോയം ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ ദ പോയിറ്റ് സെയ്സ് അബൌട്ട് ഡാഷ്. സ്റ്റാൻസ തിരിച്ചിട്ടാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റാൻസയിൽ പോയിട്ട് ഇന്ന കാര്യമാണ് പറയുന്നത് പറഞ്ഞിട്ട് ആ സ്റ്റാൻസിനെ പറ്റിയിട്ട് അവിടെ എഴുതാം. അങ്ങനെ 2 സ്റ്റാൻസ് ഉണ്ടെങ്കിൽ 2, 3 അങ്ങനെ എത്ര എണ്ണം ഉണ്ടോ അത്ര എണ്ണത്തിൻ്റെയും ഒക്കെ ഇതിൽ എഴുതാൻ പറ്റും. എന്നിട്ട് അടുത്ത പാരഗ്രാഫിൽ ഇനി ഇങ്ങനെ സ്റ്റാൻസ് തിരിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുന്നതിന് പകരം പോയത്തിൻ്റെ സമ്മറി ആണ് നമ്മളവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ പോയം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലായിട്ട് പോയത്തിൻ്റെ അർത്ഥം മനസ്സിലാവുമല്ലോ. അത് നിങ്ങളുടെ ലാംഗ്വേജിൽ ഈ ഒരു സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതാം. ഇങ്ങനെ ഫസ്റ്റ് സ്റ്റാൻസ സെക്കൻഡ് സ്റ്റാൻസ പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ അങ്ങനെ വേറെ സ്റ്റാൻസ് ആയിട്ട് തിരിച്ചില്ലെങ്കിൽ. അപ്പോൾ ഇത് എഴുതിയതിന് ശേഷമാണ് തേർഡ് പാരഗ്രാഫ് എഴുതേണ്ടത്. സെക്കൻഡ് പാരഗ്രാഫ് തേർഡ് പാരഗ്രാഫിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഈ പോയത്തിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ പോയത്തിൻ്റെ പോയറ്റിക് ഡിവൈസസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെയാണ് പോയത്തിൻ്റെ പ്രത്യേകതകൾ, അതൊക്കെയാണ് തേർഡ് പാരഗ്രാഫിൽ എഴുതേണ്ടത്. അപ്പോൾ അതെങ്ങനെ എഴുതാം. ദ പോയറ്റ് എക്സ്പ്രസസ് ഹിസ് വ്യൂ ത്രൂ സിമ്പിൾ ലാംഗ്വേജ്. ഇതൊക്കെ എല്ലാ അപ്രിഷിയേഷനിലും എഴുതാൻ പറ്റുന്ന ലൈനാണ്. ഹി ഹാസ് യൂസ്ഡ് സം പോയറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ എന്തെങ്കിലും പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ടോ നോക്കുക. അപ്പോൾ ഏതൊക്കെയാണ് പോയറ്റിക് ഡിവൈസസ്? ഇമേജസ് ഉണ്ട്, സിമ്പിൾസ് ഉണ്ട്, പേഴ്സണിഫിക്കേഷൻ, അലിറ്ററേഷൻ, അസോണൻസ്, ഹൈപ്പർബലി, ഇങ്ങനെ ഒരുപാട് പോയറ്റിക് ഡിവൈസസ് ഉണ്ട്. അപ്പോൾ ഈ പോയത്തിൽ എന്തെങ്കിലും ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ പോയറ്റ് ഹി ഹാസ് യൂസ്ഡ് സം പോയറ്റിക് ഡിവൈസസ് ഇൻ ദിസ് പോയം അങ്ങനെ എഴുതാം. അങ്ങനെ എഴുതിയതിന് ശേഷം പിന്നെ ദ ലാംഗ്വേജ് ഈസ് സിമ്പിൾ ബട്ട് തോട്ട് പ്രൊവോക്കിംഗ്. ഈ പോയത്തിനെ കുറിച്ചിട്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന വേറൊരു വരിയാണ് ദ ലാംഗ്വേജ് ഈസ് സിമ്പിൾ ബട്ട് തോട്ട് പ്രൊവോക്കിംഗ്. പിന്നെ എഴുതേണ്ടത് ദ റൈമിംഗ് സ്കീം. മിക്കവാറും പോയത്തിനൊക്കെ റൈമിംഗ് സ്കീം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ റൈമിംഗ് സ്കീം ഉണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻസയുടെ റൈമിംഗ് സ്കീം ഇതാണ് പറഞ്ഞിട്ട് ദ റൈമിംഗ് സ്കീം യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ ഈസ് ഡാഷ്. അവിടെ റൈമിംഗ് സ്കീം എഴുതി കൊടുക്കാം. അങ്ങനെ ദ പോയറ്റ് ഹാസ് യൂസ്ഡ് എ ലോട്ട് ഓഫ് പോയറ്റിക് ഡിവൈസസ് ഇൻ ദിസ് പോയം ടു എൻഹാൻസ് ഇറ്റ്സ് ബ്യൂട്ടി. എന്നിട്ട് ദേ ആർ എഴുതെഴുതാം, ഡാഷ് എന്നെഴുതാം.
ഇവിടെ വീണ്ടും നമ്മൾ ഏതൊക്കെ പോയറ്റിക് ഡിവൈസസ് ആണോ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ പേരുകൾ ദേ ആർ എന്ന് കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ കോമട്ട് എഴുതാം. ഇമേജസ് യൂസ് ചെയ്യുന്ന ഇമേജസ് കോമ, സിമ്പിൾസ് കോമ, പേഴ്സണിഫിക്കേഷൻ കോമ, അലിറ്ററേഷൻ കോമ, അങ്ങനെ ഇതിന് കോമ ഇട്ടിട്ട് എഴുതാം. ഇനി അടുത്ത പാരഗ്രാഫിൽ ദ പോയം കൺസിസ്റ്റ് ഓഫ് ഡാഷ് സ്റ്റാൻസ, ടോട്ടൽ എത്ര സ്റ്റാൻസ് ഉണ്ടോ ആ സ്റ്റാൻസയുടെ നമ്പർ ഈ ഡാഷിൻ്റെ അവിടെ എഴുതാം. ആൻഡ് ഈച്ച് സ്റ്റാൻസ ഹാസ് ഡാഷ് ലൈൻസ്, അപ്പോൾ ഓരോ സ്റ്റാൻസക്കും ഇത്ര ലൈന് എന്നുണ്ടാവും, അതിൻ്റെ നമ്പറും ഡാഷ് ലൈൻസ് ആ ഡാഷ് എന്നുള്ളിടത്ത് എഴുതാം. Almost all the lines have a regular pattern, but some of them have irregular pattern. The poem has musical quality. ഇതൊക്കെ നമുക്ക് എല്ലാത്തിലും എഴുതാൻ പറ്റുന്ന ലൈൻസ് ആണ്. ദ റൈമിംഗ് വേർഡ്സ് ആർ, ഇനി പോയത്തിൽ റൈമിംഗ് സ്കീം ഉള്ള ഒരു പോയത്തിന് എന്തായാലും റൈമിംഗ് വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ റൈമിംഗ് വേർഡ്സ് ആർ എന്ന് പറഞ്ഞിട്ട് ഇതിലെന്തെങ്കിലും റൈമിംഗ് വേർഡ്സ് ഉണ്ടെങ്കിൽ ആ റൈമിംഗ് വേർഡ്സ് ഹൈഫൺ ഇട്ടിട്ട് അപ്പോൾ അത് എഴുതുക, കോമട്ട് എഴുതുക. എന്നിട്ട് ഇറ്റ് ആഡ്സ് മെലോഡീസ് ക്വാളിറ്റി ടു ദ പോയം. ഇറ്റ് ഹാസ് എ ഫൈൻ റിതം. പിന്നെ ഇനി അലിറ്ററേഷൻ ഉണ്ടെങ്കിൽ പിന്നെ അസോണൻസ്, അലിറ്ററേഷൻ, പേഴ്സണിഫിക്കേഷൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ അലിറ്ററേഷൻ ഉണ്ടെങ്കിൽ അലിറ്ററേഷൻ ആഡ്സ് ദ മ്യൂസിക്കൽ ക്വാളിറ്റി ടു ദ പോയം. സം എക്സാമ്പിൾസ് ഓഫ് അലിറ്ററേഷൻ ആർ എന്ന് പറഞ്ഞിട്ട് ഈ അലിറ്ററേഷനുള്ള എക്സാമ്പിൾസ് ഇവിടെ എടുത്തെഴുതാം. അതുപോലെ തന്നെ അസോണൻസ് ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ അസോണൻസ്, the poet used assonance in the poem. The examples of assonance is എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ we can find some assonance in the line dash എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലൈന് എടുത്തെഴുതാം. ഇങ്ങനെ ഏതൊക്കെ പോയറ്റിക് ഡിവൈസ് യൂസ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി ഇതിനെ പറ്റിയിട്ട് ഈ ഒരു പാരഗ്രാഫിൽ വേറെ എഴുതാൻ പറ്റുന്നത് ഇതിൻ്റെ ലെങ്ത്തിനെ കുറിച്ചിട്ടാണ്. അനദർ നോട്ടബിൾ പോയിന്റ് അബൌട്ട് ദ പോയം ഈസ് അബൌട്ട് ഇറ്റ്സ് ലെങ്ത്. ഇനി പോയം നല്ല ലെങ്തി ആണെങ്കിൽ ഈ ഒരു ലൈൻ എഴുതിയതിന് ശേഷം ഇറ്റ് ഈസ് ടു ലെങ്തി ബട്ട് വെരി ക്ലിയർ എന്നെഴുതാം. ഇനി ചെറിയൊരു പോയമാണെങ്കിലോ ഈ ഒരു ലൈൻ എഴുതിയതിന് ശേഷം ദ പോയം ഈസ് വെരി സ്മോൾ ബട്ട് ദ മീനിങ് ഈസ് വെരി ക്ലിയർ ഓർ ദ മെസ്സേജ് ഈസ് വെരി ക്ലിയർ. ഇങ്ങനെയാണ് ഈ ഒരു പാരഗ്രാഫ് എഴുതേണ്ടത്. ഇനി അടുത്തൊരു പാരഗ്രാഫ്, കൺക്ലൂഡിങ് പാരഗ്രാഫ്. ഈ ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫിൽ നിങ്ങൾക്ക് ഈ പോയം വായിച്ചിട്ട് പോയത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ ലൈൻസ് കോട്ട് ചെയ്യാം. എന്നിട്ട് എന്താണ് അതിനുള്ള കാരണം, ഈ ലൈൻസ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്നെഴുതാം. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ഫസ്റ്റ് അടുത്ത പാരഗ്രാഫ്, ലാസ്റ്റ് കൺക്ലൂഡിങ് പാരഗ്രാഫ് ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്. ദ സ്ട്രക്ചർ ഓഫ് ദ പോയം ഈസ് വെരി അപ്പീലിംഗ്. ദ പോയം കൺവേസ് എ ഗുഡ് മെസ്സേജ് ടു ദ റീഡേഴ്സ്. എന്നിട്ട് ആ ഒരു മെസ്സേജ് എന്താണ് എന്ന് എഴുതാം. ദ മെസ്സേജ് ഓഫ് ദ പോയം ഈസ് ഡാഷ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. ഇത് എഴുതിയതിന് ശേഷം നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 ലൈൻ, ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട 2 പോയത്തിലെ ലൈൻസ് ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ദ 2 ലൈൻസ് ദാറ്റ് ഹാസ് അട്രാക്റ്റഡ് മൈ അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 ലൈൻസ് എടുത്ത് എഴുതാം. ഈ ലൈൻസ് എടുത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ മീനിങ് മനസ്സിലായിട്ടുള്ള 2 ലൈൻസ് ആയിരിക്കും എടുത്ത് എഴുതേണ്ടത്. എന്നിട്ട് ദ മീനിങ് ഓഫ് ദീസ് ലൈൻസ് ആർ എന്ന് പറഞ്ഞിട്ട് അതും എഴുതി കൊടുക്കാം. ഇത് എഴുതിയതിന് ശേഷം ഈ ഒരു പോയത്തിനെ കുറിച്ച് നിങ്ങളുടെ ടോട്ടലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്താണ്, പോയം എന്താണ്, പോയത്തിനെ കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ നിങ്ങൾക്ക് ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫിൽ എഴുതാം. അത് കഴിഞ്ഞിട്ട് വിത്ത് ദ യൂസ് ഓഫ് വെരി സിമ്പിൾ വേർഡ് ദ പോയറ്റ് ക്രിയേറ്റ്സ് വണ്ടർഫുൾ ഐഡിയാസ് ഇൻ ദ പോയം. ഈ ഒരു ലൈൻ എഴുതാം. അത് കഴിഞ്ഞതിന് ശേഷം ദ വേ ദ പോയം ഹൈലൈറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ദ ലാംഗ്വേജ് ഇൻ ഇറ്റ് സിംപ്ലസ്റ്റ് ആൻഡ് അപ്പീലിംഗ് ഫോം. ഇങ്ങനെ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു പോയത്തിൻ്റെ അപ്രിഷിയേഷൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഇത്തരത്തിൽ നിങ്ങളൊരു അപ്രിഷിയേഷൻ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 7 to 7.5 മാർക്സ് വരെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ബാക്കിയുള്ളൊരു മാർക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പാരഗ്രാഫിൽ പോയത്തിൻ്റെ സ്റ്റോറി എന്താണെന്ന് മീനിങ് മനസ്സിലാക്കി നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തായിരിക്കും നിങ്ങളുടെ ബാക്കിയുള്ള 1 മാർക്സൊക്കെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ പോയത്തിൻ്റെ മീനിങ് കൂടി നിങ്ങൾ സെക്കൻഡ് പാരഗ്രാഫിൽ ഞാൻ പറഞ്ഞ ഭാഗത്ത് എഴുതണം. അപ്പോൾ ഈ ഒരു അപ്രിഷിയേഷൻ എഴുതുന്നതിലൂടെ നിങ്ങൾക്കൊരു 7 മാർക്സ് സ്കോർ ചെയ്തു. നിങ്ങൾക്ക് പാസ്സാവാൻ 24 മാർക്സാണ് വേണ്ടത്. ബാക്കി ഇനി 17 മാർക്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനി അടുത്തത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് പ്രൊഫൈൽ മേക്കിംഗ്. പ്രൊഫൈലിന് ഇതേപോലെ ഏതെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള ഓതറിനെയോ ഒരു ഫേമസ് ആയിട്ടുള്ള പേഴ്സൻ്റെയോ കുറച്ച് കീ പോയിൻറ്റ്സ് തന്നിട്ടുണ്ടാവും. ഈ കീ പോയിൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. 4 to 6 മാർക്സിനാണ് പ്രൊഫൈലിൻ്റെ ക്വസ്റ്റ്യൻ വരിക. മിനിമം 4 മാർക്സിന് എന്തായാലും വരാറുണ്ട്. 6 അങ്ങനെ ചാൻസ് കുറവാണ്, എന്നാൽ 4 മാർക്സിന് വരും. ഈ ഒരു പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഒരിക്കലും പ്രൊഫൈലിൻ്റെ മാർക്ക് അവർ കുറക്കാറില്ല. അപ്പോൾ ഈ ഒരു 4 മാർക്ക് എങ്ങനെയാണ് സ്കോർ ചെയ്യുക നോക്കാം. ഇതിലിപ്പോൾ കമല സുരയ്യനെ കുറിച്ചിട്ടുള്ള ഒരു പ്രൊഫൈലാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരെ പറ്റിയിട്ടാണോ എഴുതാൻ പറയുന്നത് ആ ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതുന്ന ഭാഗത്ത്, ആൻസർ എഴുതുന്ന ഭാഗത്ത് പേജിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ വലുതാക്കി എഴുതുക. എന്നിട്ട് അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ ഇതിലാണെങ്കിൽ കമല സുരയ്യ എന്നങ്ങനെ വലുതാക്കി അണ്ടർലൈൻ ചെയ്ത് എഴുതുക.
ഇതിന് ശേഷം നെക്സ്റ്റ് ലൈറ്റ് ഈ ഓതറിനെ പറ്റിയിട്ട് തന്നെ പേര് എഴുതിയതിന് ശേഷം ഒരു ലൈൻ എഴുതുക. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്? പേരിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം ക്യാപിറ്റലാക്കുക. കെ എന്ന് ക്യാപിറ്റലാക്കുക, സുരയ്യ എന്നുള്ളത് എസ് ക്യാപിറ്റലാക്കുക, കമല സുരയ്യ എന്ന് പറഞ്ഞിട്ട് ഈ ഓതറിനെ കുറിച്ചിട്ട് തന്നിട്ടുള്ള വ്യക്തിനെ കുറിച്ച് നമ്മളുടേതായ ഒരു സെൻറ്റൻസ് ഫസ്റ്റ് എഴുതണം. അപ്പോൾ ഇതിൽ കമല സുരയ്യനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ കമല സുരയ്യയുടെ പെറ്റ് നെയിം തന്നിട്ടുണ്ട്, അതർ നെയിം തന്നിട്ടുണ്ട്, മാരീഡ് നെയിം, മാരേജ് ചെയ്തതിന് ശേഷമുള്ള നെയിമൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക? ഫസ്റ്റ് സെൻറ്റൻസ്, Kamala Surayya, popularly known by her one-time pen name Madhavikutty and married name Kamala Das, was an Indian poet in English as well as author in Malayalam from Kerala, India. ഇങ്ങനെയാണ് ഫസ്റ്റ് സെൻറ്റൻസ് എഴുതേണ്ടത്. ഇതിൽ പിന്നെ പെറ്റ് നെയിം തന്നിട്ടുണ്ട് ആമി. അപ്പോൾ അവരുടെ പെറ്റ് നെയിം ഇതാണെന്ന് പറഞ്ഞിട്ട് ഹെർ പെറ്റ് നെയിം വാസ് ആമി, അത് വേണമെങ്കിൽ എഴുതാം. ഇതൊന്നും എല്ലാത്തിലും തന്നിട്ടില്ല. അപ്പോൾ തന്ന പോയിന്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ അവർ ജനിച്ച സ്ഥലം തന്നിട്ടുണ്ട്, ജനിച്ച വർഷവും മാസം ദിവസവും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതുന്നത്? ഷി വാസ് ബോൺ ഓൺ എന്ന് പറഞ്ഞിട്ട് ആ ഡേറ്റ് എഴുതാം, പിന്നെ ആ മന്ത് എഴുതാം, പിന്നെ ഇൻ എന്ന് പറഞ്ഞിട്ട് വർഷവും എഴുതാം. ഇങ്ങനെയാണ് എഴുതേണ്ടത്. നമ്മൾ വർഷമാണ് എഴുതുന്നതെങ്കിൽ വർഷത്തിൻ്റെ കൂടെ എപ്പോഴും ഇൻ എന്നാണ് വെക്കേണ്ടത്. ഇനി അഥവാ ഡേറ്റ് ആണ് എഴുതുന്നതെങ്കിൽ ആ ഒരു ലെറ്ററിൻ്റെ മുന്നേ ബോൺ ഓൺ എന്ന് എഴുതിയിട്ട് ആ ഒരു സംഖ്യ നമ്പർ എഴുതുക. അപ്പോൾ ഇതിൽ എത്രയാണ് കൊടുത്തിട്ടുള്ളത്? ഷീ വാസ് ബോൺ ഓൺ 31st March in 1934 അറ്റ് പുന്നയൂർക്കുളം. ഇങ്ങനെയാണ് ഈ ഒരു സെൻറ്റൻസ് എഴുതേണ്ടത്. വർഷമാണ് ആദ്യം വെക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഇൻ എന്ന് വെക്കണം, എന്നിട്ട് ഓൺ എന്ന് കൊടുത്തിട്ട് ആ ഒരു 31st March എന്നെഴുതുക, അറ്റ് പുന്നയൂർക്കുളം എന്നെഴുതുക. ഇനി അഥവാ നമ്മൾ ആദ്യം ഡേറ്റ് ആണ് വെക്കുന്നുണ്ടെങ്കിൽ ഓൺ 31st March in 1934 ആ ഒരു കീവേഡും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവരുടെ നോട്ടബിൾ വർക്ക്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് സെൻറ്റൻസ് ആക്കുമ്പോൾ ഹെർ നോട്ടബിൾ വർക്ക്സ് ആർ മൈ സ്റ്റോറി, സമ്മർ ഇൻ കൽക്കട്ട, മൈ സ്റ്റോറി ആൻഡ് സമ്മർ ഇൻ കൽക്കട്ട. ഇതുപോലെ വേറെ ഓതറിൻ്റെ തന്നിട്ടില്ലെങ്കിൽ അതും ഇതുപോലെ എഴുതുക. ഹെർ നോട്ടബിൾ വർക്ക്സ് ആർ അല്ലെങ്കിൽ ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ എന്ന് പറഞ്ഞിട്ട് കോമട്ട് എഴുതുക. ലാസ്റ്റത്തെ വർക്ക് എഴുതുമ്പോൾ മാത്രം ആൻഡ് എന്ന് പറഞ്ഞിട്ട് വേണം ആ ഒരു വർക്കിൻ്റെ എഴുതുക. ഇതിലിപ്പോൾ 2 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ വർക്കിൻ്റെ പേര് എഴുതി, എന്നിട്ട് ആൻഡ് നെക്സ്റ്റ് വർക്കിൻ്റെ പേര് എഴുതി. ഇനി നിങ്ങൾക്ക് ഈ തന്നിട്ടുള്ള വ്യക്തിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതും ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതായത് ആ വ്യക്തിയുടെ ഇതിൽ പറയാത്ത ഏതെങ്കിലും വർക്ക്സിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അടുത്തതായിട്ട് അവർക്ക് തന്നിട്ടുള്ള അവാർഡ്സിൻ്റെ പേരാണ് എഴുതേണ്ടത്. ഇത് നമ്മൾ സെൻറ്റൻസ് ആക്കി എഴുതുമ്പോൾ ഇങ്ങനെ എഴുതേണ്ടത് ഷീ ബാഗ്ഡ് മെനി അവാർഡ്സ് സച്ച് ആസ് എന്ന് പറഞ്ഞിട്ട് ഈ അവാർഡ്സിൻ്റെ പേര് ഓരോന്നും കോമട്ട് എഴുതുക. ലാസ്റ്റ് ഒരു അവാർഡിൻ്റെ പേര് എഴുതുമ്പോൾ അത് മാത്രം ആൻഡ് എന്നിട്ട് ഇതിൽ ലാസ്റ്റിൽ അവാർഡ് ഏതാണ്? ആൻഡ് ഏഷ്യൻ വേൾഡ് പ്രൈസ്. അങ്ങനെയാണ് ലാസ്റ്റത്തെ ഒരു അവാർഡ്. ലാസ്റ്റത്തെ അവാർഡിൻ്റെ പേര് മാത്രം ആൻഡ് വെച്ച് എഴുതണം. ഇനി തന്നിട്ടുള്ളത് അവരുടെ ഡെത്ത് ഡേറ്റ് ആണ്, അവർ മരിച്ച ദിവസമാണ്. അപ്പോൾ ഷീ പാസ്ഡ് അവേ ഇൻ 2009 ഓൺ 31st May അറ്റ് ദ ഏജ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏത് ഏജിലാണ് മരിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മരിക്കുന്ന വർഷത്തിൽ നിന്ന് ജനിച്ച വർഷം കുറക്കുക. അപ്പോൾ ഒരു ഏജ് കിട്ടും. ആ ഒരു ഏജ് അറ്റ് ദ ഏജ് ഓഫ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതുക. ഇങ്ങനെയാണ് ഒരു പ്രൊഫൈൽ എഴുതേണ്ടത്. ഇത് എഴുതുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്സും കിട്ടും, 4 മാർക്സ് ഈ ഒരു മെത്തേഡിൽ എഴുതിയാൽ. അപ്പോൾ ഞാൻ ഈ പ്രൊഫൈൽ എഴുതിയതിൻ്റെ രൂപം ഇവിടെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് സ്പീച്ച്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ് സ്പീച്ച്. കൂടുതലായിട്ടും സ്പീച്ച് വരാൻ ചാൻസ് ഉള്ളത് ഗാന്ധിയൻ വാല്യൂസിനെ പറ്റിയിട്ട് എഴുതാനുള്ളൊരു സ്പീച്ചാണ്. ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് കൂടുതലായിട്ടും സ്പീച്ച് വരാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ സ്പീച്ചിന് 5 to 6 മാർക്സിനാണ് വരാറുള്ളത്. ഇതിലൊരു 5 മാർക്സ് വരെ നമുക്ക് അല്ലെങ്കിൽ 6 മാർക്സൊക്കെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ് ഒരു സ്പീച്ച് എഴുതാമെന്ന് നോക്കാം. ഒരു സ്പീച്ച് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഫസ്റ്റ് ഈ ലൈൻ എഴുതുക, ഹോണറബിൾ ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡൈസ്, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നിട്ട് കോമ ഇട്ടതിന് ശേഷം ഒരു ലൈൻ വിട്ടതിന് ശേഷം എ വെരി വാം ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. ഇറ്റ് ഈസ് മൈ പ്രിവിലേജ് ആൻഡ് ഓണർ ടു ബി ഹിയർ ഓൺ ദിസ് ഓസ്പീഷ്യസ് ഒക്കേഷൻ. I would like to share a few thoughts of mine on the topic എന്ന് പറഞ്ഞിട്ട് ഇൻവെർട്ടഡ് കോമയുടെ ഉള്ളിൽ എന്തിനെ കുറിച്ചിട്ടാണോ സ്പീച്ച് എഴുതാൻ പറ്റുന്നത്, ഗാന്ധിയൻ വാല്യൂസ് ആണെങ്കിൽ ഇപ്പോൾ ഗാന്ധിയൻ വാല്യൂസ് എന്ന് എഴുതാം. ഇങ്ങനെയാണ് ഫസ്റ്റ് പാരഗ്രാഫ് എഴുതേണ്ടത് സ്പീച്ചിന്. ഇനി അടുത്ത പാരഗ്രാഫിൽ ഈ ഒരു സ്പീച്ചിൽ നിങ്ങൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു കാര്യം, അതിപ്പോൾ ഏത് സ്പീച്ചാണ് വരികയെന്ന് ഉറപ്പിച്ച് പറയാനും പറ്റില്ല. അതുകൊണ്ട് ആ ഒരു അടുത്ത പാരഗ്രാഫിൽ നിങ്ങൾ ആ കാര്യങ്ങൾ മുഴുവൻ എഴുതാം. ഇനി തേർഡ് പാരഗ്രാഫ്, ഇങ്ങനെ ഒരു 3 പാരഗ്രാഫിലാണ് സ്പീച്ച് എഴുതേണ്ടത്. തേർഡ് പാരഗ്രാഫ് എങ്ങനെയാണ് എഴുതേണ്ടത്? പാരഗ്രാഫ്, മൈ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ് മീ കൺക്ലൂഡ് മൈ വേർഡ്സ്. I have only been able to share some of my views with you. I thank all of you for patiently hearing. താങ്ക് യു. ഇങ്ങനെ എഴുതിയിട്ടാണ് ഈ സ്പീച്ച് അവസാനിക്കേണ്ടത്. ഇങ്ങനെ ഒരു സ്പീച്ച് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 മാർക്സ് 4 മാർക്സ് വരെ സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സെക്കൻഡ് പാരഗ്രാഫ്, ആ ഒരു പാരഗ്രാഫ് നിങ്ങൾ എങ്ങനെ എഴുതുന്നു എന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഫുള്ള് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇൻ്റർവ്യൂ പല തരത്തിൽ ചോദിക്കാറുണ്ട്. ഒരു ഫുൾ ഇൻ്റർവ്യൂ ആയിട്ട് ചോദിക്കാറുണ്ട്. അതാകുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് പറയുന്ന കാര്യങ്ങളും അവരിങ്ങോട്ട് തരുന്ന റിപ്ലൈ, പിന്നെ നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ വേണം. പിന്നെ ഇൻ്റർവ്യൂ എങ്ങനെ അവസാനിപ്പിക്കുക എന്നുള്ളതും വേണം. പിന്നെ വേറൊരു ടൈപ്പ് ഇൻ്റർവ്യൂവിന് നിങ്ങളോട് ചോദിക്കുക
ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് പറയാനുള്ളത്. അതാകുമ്പോൾ അവരോട് ചോദിക്കുന്ന ആ ക്വസ്റ്റ്യൻസും അവർ പറയുന്ന ആൻസറും മാത്രം 1 2 3 എന്ന് പറഞ്ഞിട്ട് നമ്പർ ഇട്ട് എഴുതാം. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ എങ്ങനെയാണ് എഴുതാം? നിങ്ങളോട് ഇൻ്റർവ്യൂവർ ആയിട്ട് എഴുതാനാണ് പറയാം, മറ്റേ ആൾ ഇൻ്റർവ്യൂ. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ ആയിട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഗുഡ് മോർണിംഗ് സർ, ഐ ആം ഡാഷ്. ആ ഡാഷ് എന്നുള്ളിടത്ത് നിങ്ങളെ നെയിം എഴുതാം. ഫ്രം ഗവൺമെൻറ് HSS ഡാഷ് എന്നിട്ടൊരു സ്കൂളിൻ്റെ പേര് എഴുതാം. വുഡ് യു ലൈക്ക് ടു സ്പെൻഡ് സം ടൈം ഫോർ എൻ ഇൻ്റർവ്യൂ എന്നെഴുതാം. ഇത് എഴുതിയതിന് ശേഷം ഇൻ്റർവ്യൂവിൽ നമുക്ക് തരാൻ പോകുന്ന റിപ്ലൈ ആയിട്ട് യെസ് യു ക്യാൻ ആസ്ക് മീ ഫ്രീലി എനിത്തിങ് യു വിഷ് ടു നോ അങ്ങനെ എഴുതാം. ഇതൊരു ഫുള്ളി ഇൻ്റർവ്യൂ ആണ്. അത് എഴുതുമ്പോൾ ഇങ്ങനെ സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ് എഴുതി തുടങ്ങേണ്ടത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ഒരു ഫുൾ ഇൻ്റർവ്യൂ 4 to 6 മാർക്സിന് വരുന്ന ക്വസ്റ്റ്യൻസ് 6 മാർക്സിനൊക്കെ വരികയാണെങ്കിൽ ഒരു 4 എക്സ്ചേഞ്ച് വേണം എഴുതാൻ. 4 ചോദ്യങ്ങളും ആ 4 എണ്ണത്തിന് കിട്ടുന്ന ആൻസേഴ്സുമാണ് എഴുതേണ്ടത്. അപ്പോൾ എല്ലാ ഇൻ്റർവ്യൂവിലും എഴുതാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്, അതെഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഹൂ ഈസ് യുവർ റോൾ മോഡൽ എന്ന് നിങ്ങൾ ആരോട് ചോദിക്കുന്നു ആ വ്യക്തിയുടെ ഫീൽഡിനനുസരിച്ചിട്ട് ഒരാളുടെ റോൾ മോഡലിൻ്റെ പേര് എഴുതാൻ. ഇപ്പോൾ അബ്ദുൽ കലാമിനോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ വിക്രം സാരാഭായ് അദ്ദേഹത്തിൻ്റെ റോൾ മോഡലായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനേ പറ്റും. കൂടുതലായിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ വരാൻ ചാൻസ് ഉള്ളത് നമ്മൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസും അദ്ദേഹം തരാൻ ചാൻസുള്ള മറുപടികളുമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും ചോദിക്കാം. ഇതിൽ കാണുന്ന ഈ റോൾ മോഡലിൻ്റെ കാര്യത്തിൽ മാത്രം ചെറിയൊരു ചേഞ്ച് ഉണ്ടാകും. അത് ആ വ്യക്തി ഏത് ഫീൽഡിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു ഫീൽഡിലെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ പേര് റോൾ മോഡലായിട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് ഈ ഒരു 4 എക്സ്ചേഞ്ചാണ് എഴുതേണ്ടത്. ഈ കാണിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നിങ്ങൾക്ക് എല്ലാ ഇൻ്റർവ്യൂവിലും എഴുതാം. ഇത് കഴിഞ്ഞിട്ട് ഫുൾ ഇൻ്റർവ്യൂ ആകുമ്പോൾ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കാനായിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു സെൻറ്റൻസ് കൊടുക്കണം. ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെയാണ് എൻഡ് ചെയ്യേണ്ടത്. താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് യുവർ വാല്യബിൾ ടൈം വിത്ത് അസ് എന്ന് നമ്മൾ അങ്ങോട്ട് പറയുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എൻഡേവേഴ്സ്. എന്നിട്ട് നെക്സ്റ്റ് ലൈനിലായിട്ട് ഈ ഇൻ്റർവ്യൂവിൽ നമുക്ക് തരുന്ന റിപ്ലൈ ആണ് യു ആർ മോസ്റ്റ് വെൽക്കം. ഇങ്ങനെയാണ് ഒരു ഫുൾ ഇൻ്റർവ്യൂ ചോദിച്ചാൽ എഴുതേണ്ടത്. ഇനി നിങ്ങളോട് ഇൻ്റർവ്യൂവിനുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നതെങ്കിൽ ഈ ഫസ്റ്റ് പറയുന്ന സംഭവം ഗുഡ് മോർണിംഗ് സർ, ഐ ആം ഡാഷ് ഫ്രം ഗവൺമെൻറ് HSS ഡാഷ് അതൊന്നും എഴുതാതെ വെറും ഈ നമ്പർ ഇട്ടിട്ട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മാത്രം എഴുതുക. ആൻഡ് എൻഡിങ്ങിലുള്ള ഈ ഒരു താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ വാല്യബിൾ അതും എഴുതേണ്ട ആവശ്യമില്ല. ഒരു ക്വസ്റ്റ്യൻസ് മാത്രം എഴുതാനായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് മാക്സിമം 6 മാർക്ക് വരെ സ്കോർ ചെയ്യാം. ഇതുപോലെ ഫുൾ എഴുതുകയാണെങ്കിൽ ഒരു ഫുൾ ഇൻ്റർവ്യൂക്ക് നിങ്ങൾക്ക് 6 മാർക്സ് എന്തായാലും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് നിർബന്ധമായിട്ടും വരാൻ ചാൻസ് ഉള്ളത് ഒന്ന് ഇമെയിൽ, ഇൻഫോർമൽ ലെറ്റർ, ഫോർമൽ ലെറ്റർ. ഈ 3 ടൈപ്പിൽ ഏതും വരാം. ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇമെയിലും വരുന്നുണ്ട്, ഒരു ഇൻഫോർമൽ ലെറ്ററോ ഒരു ഫോർമൽ ലെറ്ററോ സെപ്പറേറ്റ് ആയിട്ട് ഇത് രണ്ടും വരുന്നുണ്ട്. എന്നാൽ ചിലതിൽ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ വരുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇമെയിലിൻ്റെ ഫോർമാറ്റാണ്. ഒരു ഇമെയിൽ എങ്ങനെ എഴുതാമെന്നുള്ളത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് ഒരു ഇമെയിൽ എഴുതേണ്ടത്. ആദ്യം ഒരു ബോക്സ് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ 2 കോളംസ് ആക്കിയിട്ടുണ്ട്. അതിലൊരു കോളത്തിൻ്റെ ഉള്ളിൽ വേറൊരു കോളത്തിൻ്റെ ഉള്ളിൽ സെൻഡ് എന്നും അതിൻ്റെ അടിയിൽ ഒരു കോളം വരച്ചിട്ട് അക്കൗണ്ട് എന്ന് എഴുതുക. തൊട്ടപ്പുറത്തുള്ള കോളത്തിൽ ടു എന്ന് എഴുതിയിട്ട് നിങ്ങൾ ആർക്കാണോ അയക്കാൻ പോകുന്നത് ആ വ്യക്തിയുടെ ഇമെയിൽ അഡ്രസ്സ് ആ ഡാഷിൻ്റെ അവിടെ ഫില്ല് ചെയ്യുക. പിന്നെ CC പറഞ്ഞാൽ കാർബൺ കോപ്പി, BC പറഞ്ഞാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി. അപ്പോൾ BCയും CCയും ഒന്നും ഡാഷ് ഇട്ട് കൊടുത്താൽ മതി, അത് നിർബന്ധമായിട്ടും എഴുതണം എന്നില്ല. എന്നിട്ട് സബ്ജക്റ്റ് എഴുതാം. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ലെറ്റർ എഴുതുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു സബ്ജക്റ്റ് അവിടെ എഴുതാം. ഇനി ഒരു ഫോർമൽ ആയിട്ടുള്ള ഇമെയിൽ ആണെങ്കിൽ ഡിയർ സാർ എന്ന് പറഞ്ഞിട്ട് സല്യൂട്ടേഷൻ കൊടുക്കുക. ഇനി ആ വ്യക്തിയുടെ പേര് തന്നിട്ടുണ്ടെങ്കിൽ ഡിയർ എന്ന് കൊടുത്തിട്ട് ആ വ്യക്തിയുടെ പേര് സാർ എന്നുള്ളതിന് പകരം അവിടെ ആ വ്യക്തിയുടെ പേര് എഴുതാം. അല്ല ഇനി നിങ്ങളൊരു ഇൻഫോർമൽ ഇമെയിലാണ് എഴുതുന്നതെങ്കിൽ ഡിയർ എന്ന് പറഞ്ഞിട്ട് ആർക്കാണോ എഴുതുന്നത് അല്ലെങ്കിൽ അവരുടെ പേര് എഴുതാം, അല്ലെങ്കിൽ അവരുടെ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് എന്ന് എഴുതാം. ഇനി ഒരു ഇൻഫോർമൽ ലെറ്റർ ആണ് വെച്ചെങ്കിൽ ഇങ്ങനെയാണ് ആദ്യത്തെ പാരഗ്രാഫ് എഴുതേണ്ടത്. ഐ എം മെയിലിംഗ് യു ടു ഡ്രാഗ് യുവർ അറ്റൻഷൻ ടു ദ ഫോളോയിങ് മാറ്റർ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം പറയാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ആ മെയിൽ എഴുതുന്നത് ആ ഒരു കാര്യം അവിടെ എഴുതുക. അല്ല ഇനി ഇൻഫോർമൽ ആണ് വെച്ചെങ്കിൽ ഇപ്പോൾ പറഞ്ഞത് ഫോർമലാണ്, ഇൻഫോർമൽ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനാണ് എഴുതുന്നത് വെച്ചെങ്കിൽ ആദ്യം എന്താണ് എഴുതേണ്ടത്? ഹോപ്പ് യു ആർ ഫൈൻ, ഹൗ ഈസ് യുവർ സ്റ്റഡീസ്, ഐ ആം റൈറ്റിംഗ് ദിസ് ഇമെയിൽ ടു ഷെയർ ഡാഷ് എന്ത് കാര്യം പറയാനാണോ പോകുന്നത് എന്നുള്ളത് ഷെയർ എന്ന് കഴിഞ്ഞിട്ട് ആ ഒരു കാര്യം എഴുതാം. എന്നിട്ട് അടുത്ത പാരഗ്രാഫിലായിട്ട് ഒരു ഇൻഫോർമൽ ഇമെയിൽ ആകുമ്പോൾ റീസെൻ്റ്ലി ഐ ഹാപ്പൻ ടു, അപ്പോൾ ഇന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എഴുതിയത്. ഇനി ആ സംഭവം ഉണ്ടായത് എങ്ങനെയാണ് ആ സംഭവം ഉണ്ടായത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് പാരഗ്രാഫിൽ റീസെൻ്റ്ലി ഐ ഹാപ്പൻ ടു എന്ന് പറഞ്ഞിട്ട് ഡാഷ് അവിടെ ആ ഭാഗത്ത് ഈ ഡാഷിൻ്റെ ഭാഗത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സംഭവം എഴുതാനുള്ള കാരണം എന്ന് എഴുതാം. ആൻഡ് തേർഡ് പാരഗ്രാഫിൽ ഇൻഫോർമൽ ആയാലും ഫോർമൽ ആയാലും ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു എന്നാണ് എഴുതേണ്ടത്. എന്നിട്ട് വിത്ത് വാം റിഗാർഡ്സ്, നെയിം, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, പിന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എന്നെഴുതാം.
അപ്പോൾ ഫസ്റ്റ് ഫോർമൽ ഇമെയിലാണ് വെച്ചെങ്കിൽ ഐ ആം മെയിലിംഗ് യു ടു ഡ്രാഗ് യുവർ അറ്റൻഷൻ ടു ദ ഫോളോയിങ് മാറ്റർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മാറ്റർ എഴുതാം. എന്നിട്ട് അടുത്ത പാരഗ്രാഫിൽ അതിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് എഴുതേണ്ടത് ഫോർമൽ ലെറ്ററിൽ. തേർഡ് പാരഗ്രാഫിൽ ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു വിത്ത് വാം റിഗാർഡ്സ്, നെയിം, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, പിന്നെ ഇമെയിൽ അഡ്രസ്സ്. ഇങ്ങനെയാണ് ഒരു ഇമെയിൽ എഴുതുന്നത്. ഒരു ഫോർമാറ്റിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും, 6 മാർക്സ് എന്തായാലും കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ടോട്ടൽ 24 മാർക്സിന് എങ്ങനെയാണ് കിട്ടാനുള്ള വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. അപ്രിഷിയേഷൻ 8 മാർക്സ് കിട്ടും. അതിൽ സെക്കൻഡ് പാരഗ്രാഫിലെ ആ ഒരു പോയത്തിൻ്റെ മീനിങ് നിങ്ങൾ എത്രത്തോളം എഴുതിയിരിക്കുന്നു എന്നതിനനുസരിച്ചാണ് 8 മാർക്സ് കിട്ടുക. മിനിമം ഒരു 6 മാർക്സ് കിട്ടും. ദെൻ പ്രൊഫൈൽ എന്തായാലും ഞാൻ പറഞ്ഞ മെത്തേഡിൽ എഴുതുകയാണെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും, 4 മാർക്ക്. അപ്പോൾ 6 + 4 10 മാർക്സായി. ദെൻ അടുത്തത് സ്പീച്ചാണ്. സ്പീച്ചിലും 3 മാർക്സിനുള്ളത് ഞാൻ അതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി 3 മാർക്സ് ആ സ്പീച്ചിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ 10 + 3 = 13 മാർക്സ്. പിന്നെ ഞാനൊരു ഇൻ്റർവ്യൂ ആണ് പറഞ്ഞത്. ഫുൾ ഇൻ്റർവ്യൂ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെന്തായാലും നിങ്ങൾക്ക് 6 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 13 + 6 = 19 ആണ്. അടുത്തത് ഞാൻ പറഞ്ഞത് ഇമെയിലാണ്. ഇമെയിലും നിങ്ങൾക്ക് എന്തായാലും ഒരു 6 മാർക്സിൽ ഒരു 4 മാർക്സ് 5 മാർക്സ് എന്തായാലും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 19 + 4 ആണെങ്കിൽ 23 കിട്ടും. 5 മാർക്ക് കിട്ടുകയാണെങ്കിൽ 24 കിട്ടും. അപ്പോൾ ഈ അപ്രീഷിയേഷനിലും ഞാൻ 6 മാർക്സ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും 24ന് മേലേക്ക് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെയാണ് ലെറ്ററിൻ്റെ കണ്ടൻറ്റും സ്പീച്ചിൻ്റെ കണ്ടൻറ്റും ഞാൻ ഇടയിൽ എഴുതാനുള്ള ലെറ്ററല്ല ഇമെയിലിൻ്റെ കണ്ടൻറ്റും സ്പീച്ചിൻ്റെ കണ്ടൻറ്റും ഇടയിൽ എഴുതാനുള്ള ആ ഒരു ഭാഗത്തിൻ്റെ മാർക്സ് 3 മാർക്സ് രണ്ടിൽ വെച്ചിട്ട് ഞാൻ കുറച്ചിട്ടുണ്ട്. 3 മാർക്സ് മാത്രമാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. ആ ഒരു 3 മാർക്സും മറ്റേ 3 മാർക്സും കൂടി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 24 മേലേക്കുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കണ്ട എല്ലാവർക്കും നിർബന്ധമായിട്ടും പാസ് ആവാനായിട്ട് പറ്റും. സോ ഇനി ഇതിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കായിട്ട് ഇതിൻ്റെ ബാക്കിയൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോ കൂടി എല്ലാവരും നിർബന്ധമായിട്ടും കാണുക. ഇപ്പോൾ ഇതിൽ പറഞ്ഞ സംഭവങ്ങൾ ഉറപ്പായിട്ടും വരും. പക്ഷേ ആ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പോസിബിലിറ്റീസ് ഇതിനേക്കാളും കുറച്ച് കുറവാണ് എന്നേ ഉള്ളൂ. പക്ഷേ എന്തായാലും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു വീഡിയോ ഞാൻ നാളെ ഇടുന്നതായിരിക്കും. അപ്പോൾ പാസ്സാവണം എന്നുള്ള കുട്ടികൾ ഇതിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള സെൻറ്റൻസസും മെത്തേഡും ഫോർമാറ്റുകളൊക്കെ കറക്റ്റ് കാണാതെ പഠിച്ചു പോയിട്ട് എക്സാമിന് എഴുതാൻ എന്തായാലും നിങ്ങൾ പാസ്സാവും. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ പാസ്സായതുകൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല. കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളവർക്കാണ് നാളെ ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്. അതെല്ലാവരും കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.